അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു കമൻ്റാണ്. ഇന്ന് പരിശുദ്ധമായിട്ടുള്ള സഫർ മാസം 24 സഫർ 30-ൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ ചെയ്ത് നോക്കിക്കോളി. നമ്മുടെ സഫർ മാസം നമ്മളോട് വിട പറയുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് പടച്ച തമ്പുരാനിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കാര്യം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് റബ്ബ് സുബ്ഹാനഹു തആല ഈ ഒരു കാര്യം ഏത് കാര്യം നിയത്ത് വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ചൊല്ലുന്നത് ആ കാര്യം നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ലേ. നമുക്ക് ആദ്യം തന്നെ ഒരു കമൻറ്റ് നോക്കാം. ഈ ഒരു കമൻറ്റ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇട്ടിട്ടുള്ളതാണ്. അൽഹംദുലില്ലാ, സത്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇത്. കാരണം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വൈര്യം തരാത്തൊരു കാര്യം. ആ ഒരു സമയത്താണ് ഞാൻ സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും ആലോചിച്ച് പോയിട്ടുള്ളൊരു സമയമായിരുന്നത്. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. ഈ വീഡിയോയിൽ ഈ ഒരു ദിക്റ് കാണുന്നത്. ഈ ദിക്റിനെ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ദിക്റിനെ ചൊല്ലി ഒരു ദിവസം കൊണ്ട് ഞാനിത് പൂർത്തിയാക്കും ചെയ്തു. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാന് എൻ്റെ ജീവിതത്തിലെ ആ ഒരു പ്രശ്നത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റുകയും പടച്ചോൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല ഇട്ട് തരികയും ചെയ്തു. എനിക്ക് ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു അത്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. ഞാൻ എൻ്റെ ഇടങ്ങേറുകൾ ആരോടൊക്കെ പറഞ്ഞു. എന്നെ കൈവിടൂലെന്ന് തോന്നിയ ആളുകളോടൊപ്പം എൻ്റെ കൂട്ടുകാരോട് കുടുംബക്കാരോടൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ എല്ലാവരും എന്നെ കൈവിട്ടു. ആരും പുറമേയുള്ള ഒരു സഹതാപമല്ലാതെ ആരും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു അമല് ചെയ്ത് എൻ്റെ പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്തു. എൻ്റെ കാര്യൻ്റെ റബ്ബ് കേട്ടാലോ എന്ന് എനിക്കപ്പം തോന്നി. ആ ഒരു ടൈമിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിന് റബ്ബ് ഉത്തരം നൽകുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇത്രയും കാലം എൻ്റെ പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ ഖേദിച്ചു പോയി. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടന്നിരുന്ന ആ ഒരു സമയം എൻ്റെ റബ്ബിൻ്റെ അടുത്താണ് ഞാനത് പറഞ്ഞിരുന്നതെങ്കിൽ എനിക്കെൻ്റെ കാര്യം വേഗത്തിൽ തന്നെ കിട്ടിയിരുന്നില്ലേ എന്നപ്പോൾ തോന്നിപ്പോയി. എന്താണെങ്കിലും ഞാൻ ഈ ഒരു കമൻറ്റ് എഴുതിയത് ആരാണ് വായിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളില്ലേ. നിങ്ങൾക്കിത് ഒരിക്കലും നഷ്ടമായി പോകില്ല. എൻ്റെ അനുഭവമാണ്. പടച്ച തമ്പുരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരിക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. ഇതാണ് ഐത്താൻ്റെ കമൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിക്റിനെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ ഇതിനർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രയാസവും പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചിരിക്കുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. അതേപോലെ തന്നെ വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. നമ്മൾ ഇത്തരത്തിലിടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോന്നും വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി കിട്ടണ്ടേ. അതേപോലെ തന്നെ വേഗത്തിൽ ഇത്തരം അമലുകൾ ഓരോന്നായി അറിയണ്ടേ. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. കുട്ടികളായിട്ടും മുതിർന്നവരായിട്ടും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടും ഉമ്മമാർ ഒക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഏത് തന്നെയാണെങ്കിലും ഈ ഒരു അമലിനെ നല്ലൊരു നേരം നോക്കി നിങ്ങൾക്ക് നിയ്യത്ത് വെച്ച് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് പടച്ചോൻ കൈവിടൂല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ ഒരു അമലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഒറ്റ ഇരിപ്പിൽ നമുക്കിരുന്ന് ഓതി തീർക്കണം എന്നില്ല. പിന്നെ ഏതൊരു സമയത്ത് വേണമെങ്കിലും രാവിലെയും പകലിലും അതുപോലെ തന്നെ രാത്രിയിലും ഒക്കെ നമുക്കിത് സമയമെടുത്ത് ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന ഒരു അമലാണ്. ഒരുപാട് ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലാനുള്ള ആളുകളാക്കാറും നമ്മളൊക്കെ. അതേപോലെ തന്നെ ഒരുപാട് ജോലികളുണ്ടാകും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരേ ഇരുത്തത്തിലിരുന്ന് നമുക്ക് ഇത്ര കൂടുതൽ ചൊല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് സമയമെടുത്ത് നമ്മളുടെ ഫ്രീ ടൈം നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം തന്നെ വുളു എടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ വുളു എടുത്ത് ഒന്നിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനുശേഷം
നമ്മൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത്, ആ സ്വലാത്തിനെ നമ്മൾ 11 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനുശേഷം ഉണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വചനമുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ആ ബിസ്മിയെ 1000 തവണ ഒരേറ്റക്കുറച്ചിലില്ലാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നമുക്ക് ഏതൊരു സമയമായിക്കോട്ടെ, ഏത് സമയത്തും, രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഉച്ചക്കും പണികൾ ഒക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയം നോക്കി നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 11 തവണ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. അങ്ങനെ അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഈ ഒരു ദിക്റ് നമ്മൾ ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും ഞാൻ ഈ ഓതിയിട്ടുള്ള ഈ ഒരു ദിക്റുണ്ടല്ലോ, പടച്ചോനെ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഹദിയ ചെയ്യണേ ഇതിൻ്റെ പ്രതിഫലം എന്നുള്ളത് ഒന്ന് ഓർക്കുക, ഒന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു അമല് ചെയ്യുന്ന നേരത്ത് മറ്റുള്ള പണികളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ കാര്യങ്ങളിലേക്കോ നമ്മൾ തിരിയാതിരിക്കുക. ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീൽസ് നോക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ദിക്റ് ചൊല്ലും ചെയ്യും. ഒരു കയ്യിൽ ഫോണും ഉണ്ടാകും, ഒരു കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാകും, അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ടാകും. എന്നിട്ട് ദിക്റും ചൊല്ലുന്നുണ്ടാകും, ഒപ്പം ഈ റീൽസും കാണുന്നുണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യമല്ലേ, ആവശ്യം നമ്മൾക്കാണ്. അതുപോലെ തന്നെ നേടിയെടുക്കേണ്ട കാര്യം നമ്മളുടേതാണ്. പടച്ചോനോട് ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ ചോദിക്കുക. നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ള ആളുകളാണല്ലേ. അപ്പോൾ ഓരോ അമലുകൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നതും പടച്ചോനോട് ആദ്യം പൊറുക്കലിനൊക്കെ തേടി ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി റബ്ബിനോട് ആത്മാർത്ഥമായി കുറച്ച് സംസാരിച്ചതിന് ശേഷം ഇത്തരം അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഒരു ദിവസം നമ്മളുടെ ആഗ്രഹങ്ങളും പൂവണിയാൻ ഒരവസരം വരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാട്ടില്ലേ. ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു അമലിനെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.